പ്രണയസാഗരം അധ്യായം 23. പാത്തുവിലൂടെ സുറുമി ജീവിക്കുകയായിരുന്നു. പാത്തു എന്ന് പറഞ്ഞാൽ ജീവൻ പോലെയാണ് അവൾക്ക്. അവളുടെ കയ്യിലും അവളുടെ ചൂടിലും അവളങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ പങ്കെടുക്കാൻ കഴിയാത്ത മാതൃത്വം, ഇതുവരെ ആർക്കും പൗത്തു കൊടുക്കാൻ കഴിയാത്ത മാതൃത്വം അവൾ പാത്തുവിന് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അതിലവളൊരു 99% വിജയിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സുറുമി വേറൊരു ലോകത്തായിരുന്നു. ആ ലോകത്ത് സുറുമിയും കുഞ്ഞിപ്പാത്തുവും മാത്രം. ഓപ്പറേഷൻ കഴിഞ്ഞ് ഉമ്മ പതിയെ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മെഹ്റൂവിനെയും നൂറുവിനെയും കാണണമെന്ന് ഉമ്മയുടെ വാശി. മെഹ്റൂവിനെ കാണാനായി ഉമ്മ അകത്തേക്ക് കയറി. കണ്ണുകൾ തുറന്നു കിടക്കുന്ന മെഹ്റു ഉമ്മാനെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടിരുന്നു. അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് അവർ കരയാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഉമ്മ, നിങ്ങളിങ്ങനെ കരയാൻ നിൽക്കല്ലേ, ഞാൻ പേഷ്യൻ്റെ അവസ്ഥ കൂടി കുറച്ചുകൂടി പ്രശ്നമല്ലേ. അവിടെ നിന്നും തിരിച്ച് ICU റൂമിൽ നൂറയുടെ അടുത്തെത്തിയ ഉമ്മ ശരിക്കും തകർന്നു പോയിട്ടുണ്ട്. മുഖത്ത് ഓക്സിജൻ മാസ്കും യന്ത്ര ഉപകരണങ്ങളും ഘടിപ്പിച്ച നൂറ ശരിക്കും ജീവനുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ചുമരിൽ ഘടിപ്പിച്ച മിഷനിൽ രേഖപ്പെടുത്തിയ ഹൃദയമിടിപ്പ് മാത്രമാണ് ആകെയുള്ള ഒരു സൂചന. അവളെ തിരിച്ചറിയുക പോലും പ്രയാസമായിരിക്കുകയാണ്. കണ്ണുകൾ നിറച്ച് പുറത്തേക്ക് വന്ന ഉമ്മയെ ഉപ്പ ചേർത്ത് പിടിച്ചു. നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ? തവക്കലത്തു അല്ലാഹ്. അവർ അങ്ങനെ പറയുമ്പോൾ എല്ലാം സർവശക്തനായ ദൈവത്തിനു മുന്നിൽ സമർപ്പിച്ചിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ കരാറുമായി മെഹ്റുവിൻ്റെ അടുത്തേക്ക് ആരും അറിയാതെ റഫീഖെത്തും. മെഹ്റുവിൻ്റെ തള്ളവിരലിൽ മഷിമുക്കി എഗ്രിമെൻ്റ് പേപ്പറിൽ വെച്ചു. തിരിച്ച് അവിടെ നിന്ന് മുറിയിലെത്തിയപ്പോൾ അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടായിരുന്നു. പോകുന്നതുവരെ കാത്തിരുന്ന റഫീഖ് നൂറയുടെ അടുത്തുമെത്തി. നൂറയുടെ തള്ളവിരലിൽ മഷി പുരട്ടുമ്പോൾ അവളെന്തോ പിറുപിറുക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അവൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി അയാൾ കാതോർത്തു. എൻ്റെ മോള്, എൻ്റെ മോള്, അവൾ അവ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മോൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് അവളുള്ളതിപ്പോൾ. നൂറയുടെ വിരലുകൾ ചെറുതായി അനങ്ങുന്നത് റഫീഖിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നൂറയുടെ തമ്പെടുത്ത് അവൻ പെട്ടെന്ന് പേപ്പറുകൾ മടക്കി പോക്കറ്റിൽ വെച്ചു. നൂറ ഒന്ന് വിളിച്ചു നോക്കിയെങ്കിലും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. അയാൾ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ വിരലുകൾക്ക് മേൽ നൂറയുടെ വിരലുകൾ സ്പർശിക്കുന്നത് ശ്രദ്ധിച്ചു. അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ നേഴ്സിനെ വിളിച്ചു. അവർ ഓടിയെത്തി. എന്താണ്, എന്തു പറ്റി? 2-3 വട്ടം അവളുടെ വിരലുകൾ ചലിച്ചു. പിന്നെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് ഗോഡ്, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ വന്ന് നൂറയെ പരിശോധിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അല്പം ചിരി വിടർന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് മാത്രം കരുതിയാൽ മതി. വൈകുന്നേരം മുതൽ നമ്മൾ കൊടുക്കുന്ന മരുന്നിനോടെല്ലാത്തിനോടും ശരീരം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞപ്പോൾ വാർത്ത എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും അപ്പോഴത്തും സങ്കടത്തിലായിരുന്നു. ഇക്ക, നമ്മളവർക്ക് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? സുറുമി റഫീഖിനോട് ചോദിച്ചു. നമ്മൾ അവരുടെ അടുത്തു നിന്നും ദത്തെടുത്തതല്ലേ കുഞ്ഞിനെ, ഇനി അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും. അങ്ങനെ കുഞ്ഞിനെ കൊടുക്കേണ്ടി വന്നാൽ പിന്നെ ഞാനുണ്ടാവില്ല. പറഞ്ഞില്ല എന്നുണ്ട. എനിക്ക് അവിടെ പരിഞ്ഞ് ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യേക്കാം. എനിക്ക് നീ പറഞ്ഞതെല്ലാം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വേറെ താമസിക്കാം. അപ്പോൾ കുഞ്ഞിപ്പത്തു നമ്മുടെ കൂട്ടത്തിലായിരിക്കുമല്ലോ. നല്ലൊരു ഐഡിയ. നമുക്കെന്തായാലും എല്ലാവരുടെയും കൂടെ താമസിക്കേണ്ട. ദത്ത് കൂടെ എടുത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നത് നമുക്ക് പ്രശ്നമാണ്. പക്ഷേ അവിടെ നിന്നും താമസിക്കാൻ നമുക്ക് പെട്ടെന്നാവില്ലല്ലോ. ഇവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവട്ടെ, എന്നിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. കുറച്ച് ദൂരെ മതി. ആരും പെട്ടെന്ന് വരാത്തത്, നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും പെട്ടെന്ന് വരാത്തത്, കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലം. നിനക്ക് ഉമ്മയോ ഉപ്പയോ ഒന്നും കാണണ്ടേ സുറുമി? എനിക്ക് മറ്റെന്തിനേക്കാളും വില കൂടുതൽ കുഞ്ഞിൻ്റെ ജീവനും അവരുടെ സംരക്ഷണമാണല്ലോ. വീട്ടിൽ തന്നെ താമസിച്ചാൽ നമ്മുടെ കുഞ്ഞിന് ഒരുപാട് ആളുകൾ സംരക്ഷണം പറഞ്ഞു വരും. പിന്നെ എനിക്ക് കുഞ്ഞില്ലാതെയാവും. അങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ അക്ക, ഞാൻ എല്ലാവരെയും കൊല്ലും, നോക്കിക്കോ. എന്തൊക്കെ ഭ്രാന്താണ് നീ വിളിച്ചു പറയുന്നത്? നീ എന്താ പറയുന്നത്? നിനക്കെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലേക്കാ,
ഈ പറഞ്ഞ പോലെ കുഞ്ഞിപ്പാത്തു ഇനി ഒരിക്കൽ കൂടി ഒരാൾക്ക് തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മെഹ്റുവും നൂറും കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ട എന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ലക്കാ. പക്ഷെ എൻ്റെ കുഞ്ഞിന് ഇനി അവർ അവകാശം പറയാൻ പാടില്ല. കുഞ്ഞിപ്പാത്തു സുറുമിയുടെ മാത്രമാണ്. ശരിക്കും സുറുമി അവളെ വേറെ ആൾക്ക് കാണിച്ചു കൊടുക്കുന്ന പോലില്ല. എല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയാണ് അവളുടെ മാറ്റം നോക്കിക്കാണുന്നത്. നോക്കുന്നവർ കുഞ്ഞിനെ സ്വന്തമാക്കുമോ അല്ലെങ്കിൽ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു പലതരം ചിന്തകൾ മനസ്സിലിട്ട് വളർത്താൻ തുടങ്ങിയെന്ന് വേണം പറയാൻ. ഇടയ്ക്ക് കുഞ്ഞിൻ്റെ അടുത്ത് റഫീഖിനെ പോലും അവൾ സംശയദൃഷ്ടിയോട് കൂടിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഭാര്യയുടെ ഈ മാറ്റത്തെ തുടർന്ന് റഫീഖ് ആകെ അസ്വസ്ഥനായിരുന്നു. ശരിക്കും റഫീഖ് തൻ്റെ സുഹൃത്തായ സൈക്കാട്രി ഡോക്ടർ അഫ്സാനെ വിളിച്ചിരുന്നു. കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ഇതാണ് സുറുമിയുടെ ഈ മാറ്റത്തിനുള്ള കാരണം. എത്രയും പെട്ടെന്ന് സുറുമിയുടെ ഈ പേടി മാറ്റുക. ഒരുപക്ഷെ ഇതിനുവേണ്ടി അവൾ ഒരു കൊലപാതകം പോലും ചെയ്യാൻ മടിക്കില്ല. എന്താണ് ഡോക്ടറെ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, സുറുമിയുടെ പേടി മാറ്റുക. തൻ്റെ കയ്യിൽ നിന്നും ആരും കുട്ടിയെ കൊണ്ടുപോകില്ല എന്ന് ഉറപ്പ്, അതാണ് വേണ്ടത്. കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ നിങ്ങളാണ് നോക്കേണ്ടത്. ശരി ഡോക്ടർ, ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ മുതൽ റഫീഖിന് സുറുമിയുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു. ദത്ത് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതും കുട്ടിയെ കൈമാറിയതും ഒക്കെ നൂറയും മെഹ്റുവും അറിയാതെയാണ്. മെഹ്റു പെങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ലെങ്കിലും നൂറ ചിലപ്പോൾ തൻ്റെ കുഞ്ഞിനു വേണ്ടി എന്തും ചെയ്യും. ആശുപത്രിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്താ ഉപ്പ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ? മോനെ, നൂറയും കണ്ണു തുറന്നു എന്നെ ഉപ്പാന്ന് വിളിച്ചു. അൽഹംദുലില്ലാ, ഇപ്പോൾ ഏകദേശം 6 മാസത്തിന് മുകളിലായി ഈ കിടപ്പ് കിടക്കുന്നതായിട്ട്. ഇതുവരെ മെഹ്റു ഒന്നും മിണ്ടിയിട്ട് എഴുന്നേറ്റ് നടക്കാനും സാധിച്ചില്ല. എങ്കിലും അവനും ആളുകളെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും മോനെ. പിന്നെ നൂറയ്ക്കൊന്ന് മോളെ കാണിച്ചു കൊടുത്താൽ അവളുടെ ആരോഗ്യം ഒന്നുകൂടി ശരിയാവും എന്നാണ് തോന്നുന്നത്. ഷൈനത്ത പറഞ്ഞത് അത് കേട്ടതും റഫീഖിൻ്റെ മുഖം നീരുണ്ടു. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. സുറുമിയും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പെട്ടെന്നുള്ള റഫീഖിൻ്റെ പോക്കിൽ ഷൈനത്തയ്ക്ക് അല്പം സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും അവർ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. ഇപ്പോൾ പുലിവാല് പിടിക്കുക താനാകും. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഷൈനത്ത. വഴിയിലെ യാത്രയിലുടനീളം അസ്വസ്ഥനായിരുന്നു റഫീഖ്. കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നൂറയ്ക്കോ മെഹ്റുവിനോ കുഞ്ഞിനെ കാണണമെന്ന് തോന്നിയാൽ തിരിച്ച് കുഞ്ഞിനെ അവരെ കാണിക്കുക തന്നെ വേണ്ടിവരും. അവരിൽ നിന്നും മാറി നിൽക്കുക അത്യാവശ്യമാണ്. സുറുമിയുടെ ആരോഗ്യം മാനസിക നിലയും കൂടി നോക്കണമല്ലോ. കുറച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അയാളുടെ ഡ്രൈവിങ്. വീട്ടിലെത്തിയപ്പോൾ കോനായിൽ അമ്പിളിമാമനെ കാണിച്ച് പാത്തുവിന് ചോറ് വാരി കൊടുക്കുന്ന സുറുമിയാണ് കണ്ടത്. റഫീഖിനെ കണ്ടതും കുഞ്ഞിപ്പാത്തു കൈകൾ നീട്ടി അവനിലേക്കെടുത്തു. കുഞ്ഞിപ്പാത്തുവിനെ അവൻ ചേർത്ത് പിടിച്ചു. പതിയെ അവൾ ഉമ്മ ഉപ്പ എന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൊഞ്ചിക്കൊഞ്ചിയുള്ള അവളുടെ വിളി കേൾക്കാൻ നല്ല ഒരു പ്രത്യേക രസമാണ്. പിന്നെ മോണ കാട്ടിയുള്ള ചിരിയും. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ വിഷമങ്ങളുണ്ടായാലും അത് മാറാൻ അവളുടെ കൂടെ ഒരു നിമിഷം മാത്രം മതി. എടി, നമുക്കൊരു യാത്ര പോയാലോ? നൂറും മെഹ്റും ഒക്കെ ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ നമ്മളെങ്ങനെ ഒരു യാത്ര പോകും? അത് പറഞ്ഞപ്പോഴവർത്തത്. ഇന്ന് നൂറയ്ക്ക് ബോധം വന്നിരുന്നു. അവളെന്ന് കണ്ണു തുറന്ന് ഉപ്പാന്ന് വിളിച്ചു. അൽഹംദുലില്ലാ, എന്തായാലും സമാധാനമായേക്കാം. എൻ്റെ സമാധാനം പോയി എന്ന് റഫീഖിന് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ച് വിഴുങ്ങി. എന്താ ഇപ്പോൾ നിങ്ങൾക്കൊരു ടൂറിൻ്റെ മൂഡ്? ഒന്നുമില്ല, നീയും കുഞ്ഞും കൂടെ തനിച്ചല്ലേ. ഉമ്മ ആശുപത്രിയിലുണ്ടല്ലോ. പിന്നെ കുഞ്ഞുമായിട്ട് നമ്മളധികം ദൂരെയൊന്നും പോയിട്ടില്ലല്ലോ. എന്തായാലും അവർ ആശുപത്രിയിൽ നിന്ന് വരട്ടെ, അതിനുശേഷം പോകുന്നല്ലേ അതിൻ്റെ ഒരു ഭംഗി. അല്ലെങ്കിൽ ആളുകളൊക്കെ പറയില്ലേ. കുഞ്ഞിപ്പാത്തു റഫീഖിന് മുടികൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾ മുടിയിൽ പിടിച്ച് വലിച്ചാൻ തുടങ്ങി. റഫീഖിൻ്റെ കവിളുകളിൽ പതിയെ കടിക്കാൻ ശ്രമിക്കും. കുഞ്ഞിനോടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ വഴിഞ്ഞൊഴുകുന്ന സമയങ്ങൾ. ഇവൾ നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ സുറുമി? സത്യക്ക, ഇവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. കുറച്ച് കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയമല്ല, ഉണ്ട്, ഉറപ്പാണ്. കുഞ്ഞിപ്പാത്തു അപ്പോൾ റഫീഖിനെ തന്നെ നോക്കുകയാണ്. ആണോടെ കള്ളത്തി? ഉപ്പച്ചിക്കുട്ടിയുടെ കയ്യിൽ കുരുത്തക്കേടുണ്ടോ? അയ്യടാ, ഇപ്പോൾ ഉപ്പച്ചിക്കുട്ടി മാത്രമല്ല, ഉമ്മച്ചിൻ്റെ കൂടെ കുട്ടിയാ. സുറുമി റഫീഖിനെ കൊഞ്ഞനം കുത്തി കാണിച്ചു. അതെ, ഉപ്പച്ചിക്ക് 2 കുട്ടികളാ. അതാരാ ഞാൻ അറിയാത്തൊരു വേറെ കുട്ടി? സുറുമി ചോദിച്ചു. എൻ്റെ മൂത്ത കുട്ടി നീയല്ലേ, രണ്ടാമത്തെ കുട്ടി കുഞ്ഞിപ്പത്തു. അങ്ങനെ സുറുമി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ വലിയൊരു ആമുഖമൊക്കെ വെച്ചിട്ട്? നമുക്ക് കുഞ്ഞിപ്പാത്തുവിനെ തിരിച്ചു കൊടുക്കേണ്ടി വന്ന എന്താണ് നിൻ്റെ അഭിപ്രായം?
അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലുണ്ടല്ലോ, ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാ. ഇവിടെ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, അതാ ഞാൻ പറഞ്ഞത് നാളെ നമുക്കൊരു ടൂർ പോകണം. ഒരു ടൂർ പോയാൽ തീരാവുന്ന പ്രശ്നമാണ് ഇതൊക്കെ. നിനക്കറിയാലോ, അവർ ആക്സിഡൻ്റായി കിടക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു സമയത്താണ് നമ്മുടെ കുഞ്ഞിപ്പാത്തുവിനെ എടുക്കുന്നത്. ആ സമയത്ത് നൂറുവിൻ്റെ ഉപ്പയുടെ സമ്മതവും നമ്മുടെ ഉപ്പയുടെ അഭിപ്രായം മാത്രം കണക്കിലെടുത്താണ് നമ്മളന്നങ്ങനെ ചെയ്തത്. അതിന് ഇപ്പോൾ അവരുടെ ആരോഗ്യനില നോർമലായി കണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിനെ വേണമെന്നൊക്കെ തോന്നും. എന്ന് വിചാരിച്ചിട്ട് എന്തായിക്കാ, അവരെ നമുക്ക് എഗ്രിമെൻ്റൊക്കെ ചെയ്തു തന്നല്ലേ കുഞ്ഞ് നമ്മുടേതല്ലാതെ ആകുന്നുണ്ടോ? സുറുമി, നമ്മളുണ്ടാക്കിയ എഗ്രിമെൻ്റ് മെഹ്റുവിനും നൂറയ്ക്കും അവർ രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുന്ന സമയത്താണ്. നമ്മുടെ കയ്യിൽ അവർ കുഞ്ഞിനെ കൈമാറ്റം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആളുകളെയൊക്കെ പഠിപ്പിക്കാമെന്നല്ലാതെ ഈ എഗ്രിമെൻ്റ് എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇക്കാൻ്റെ കുഞ്ഞിനെയും കൊണ്ടില്ല. എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ഞാൻ കൊല്ലും എല്ലാവരെയും. ഇന്ന് തന്നെ നൂറയുടെ ഉപ്പ എന്നോട് കുഞ്ഞിനെ ഒന്ന് നൂറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഒരു തവണ നമ്മൾ അവൾക്ക് കാണിച്ചു കൊടുത്താൽ പിന്നെ കുഞ്ഞിനെ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. സുറുമി തന്നെയാണ് ഈ പ്രാവശ്യം ചോദിച്ചത്. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിനെക്കുറിച്ച് ആരോടും നമ്മൾ പറയണ്ട. നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും ജോലി ആവശ്യത്തിന് മാറുകയാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ശരിക്കാ, സാധനങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. റഫീക്ക് ഫോൺ നമ്പർ അമർത്തി ചെവിയോട് അടുപ്പിച്ചു. അപ്പുറത്തു നിന്നും ഉപ്പയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ആ ഉപ്പ, എനിക്ക് ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് ഞാനും നൂറയും കുഞ്ഞും ഇന്ന് ഡൽഹിക്ക് പോവുകയാണ്. അവിടുത്തെ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വരാം. മോനെ, നൂറയ്ക്കൊന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണ്ടേ? ഉപ്പ, സർക്കാർ നിയമപ്രകാരം നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുത്തതാണ്, എഗ്രിമെൻ്റ് ഉണ്ട്. പിന്നെ കുഞ്ഞിനെയൊക്കെ കാണിച്ചു കൊടുത്ത ഒരു മാനസിക അടുപ്പുണ്ടാക്കണം. അത് മാത്രമല്ല, സുറുമി ഇപ്പോൾ കുഞ്ഞിപ്പാത്തുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ്. സുറുമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മാറ്റിയാൽ സുറുമിക്കായിട്ട് എന്തെങ്കിലും ഒരു അന്താശുപത്രിയിൽ ഒരു മുറി ഉപ്പ മാറ്റി വെക്കേണ്ടി വരും. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ തന്നെ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഞങ്ങളെന്തായാലും ഈ രാത്രി തന്നെ പോകും. എന്തെങ്കിലും പറയാൻ ആ വൃദ്ധന് കഴിയുമായിരുന്നില്ല. കാരണം രണ്ട് വശത്തും മക്കളാണല്ലോ. രാത്രി തന്നെ റഫീഖും സുറുമിയും കുഞ്ഞിപ്പാത്തും യാത്രയ്ക്കൊരുങ്ങിയിരുന്നു. വീട് പൂട്ടി താക്കോല് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ സുറുമി പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ദൂരേക്ക് ഒരു യാത്ര പോവുകയാണ്. അവർ വരുമ്പോൾ താക്കോല് കൊടുത്താൽ മതി. എങ്ങോട്ടാ മോളെ? എന്താണ് പരിപാടി? പരിപാടി ഫുൾ അറേഞ്ച്ഡ് ഇക്കയാണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മൂപ്പർക്കറിയാം. എന്നാ ശരി മോളെ, പോയിട്ട് വാ. അല്പം അസൂയയോടെ സുറുമിയെ നോക്കുകയായിരുന്നു ഷെരീഫത്തത്ത. കുടുംബത്തിലെ രണ്ടാൾക്കാരെ ആശുപത്രിയിലായിട്ടും അവരുടെ ടൂറിന് ഒരു കുറവില്ല കേട്ടോ. ഷെരീഫത്ത തൻ്റെ നാത്തൂനോട് അടക്കം പറഞ്ഞു. സുറുമിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ കുഞ്ഞില്ല എന്നുള്ളതായിരുന്നു. ആ ചെക്കന് ആക്സിഡൻറ്റ് പറ്റിയതോടെ കുട്ടി അവളുടെ കയ്യിലല്ലേ. സ്വർഗമാണ് ഇപ്പോൾ അവൾക്ക്. ഇപ്പോഴും പോകുന്നത് കുഞ്ഞിനെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നൂറയ്ക്ക് ബോധം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അവൾക്ക് കുഞ്ഞിനെ കാണുകയൊന്നും വേണ്ടേ? അന്യനാട്ടിൽ പോയി ഒരാളെ വെട്ടിക്കൊന്ന് ഒരു വർഷം ജയിലിൽ കിടന്നെന്ന് അവൾക്ക് നല്ല മനക്കട്ടി ഉണ്ടാവും. സ്വന്തം കുട്ടീനെ കണ്ടില്ലെന്ന് വെച്ച് ഒരു പ്രശ്നമില്ലടി. അടുക്കളയിലേക്ക് വന്ന ഷെരീഫത്തയുടെ ഭർത്താവ് അവരെ ഒന്ന് ഇരുത്തി നോക്കി. ഡേ ഷെരീഫ, നിനക്ക് നിർത്തിക്കൂടെ ഈ ആരാൻ്റെ ഇറച്ചി തീറ്റ? അപ്പുറത്തുള്ള ഓളെ പറഞ്ഞപ്പോൾ എന്താ പൊള്ളല്? ആരെങ്കിലും എന്നെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊള്ളുന്നുണ്ടോ? അയാളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. കാറിൻ്റെ മുൻസീറ്റിൽ സുറുമിയും കുഞ്ഞിപ്പാത്തും റഫീഖിനോടൊപ്പം ഇരുന്നു. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. സുറുമി, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നിൻ്റെ നമ്പർ മാറ്റണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോട്ടെ. അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു വരാൻ ആളുകൾ അങ്ങോട്ട് തപ്പി വരാനൊക്കെ സാധ്യതയുണ്ട്. ആയിക്കോട്ടേക്ക. കുഞ്ഞിപ്പാത്തുവിന് മുഴുവൻ കൗതുകമായിരുന്നു. അവൾ ചുറ്റുപാട് നോക്കിക്കൊണ്ടിരുന്നു. ഡൽഹിയിലേക്കുള്ള യാത്രയിൽ മുഴുവൻ കാഴ്ചകളായിരുന്നു. വഴിയോരത്തു നിന്നും അവർ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചും സംസാരിച്ചും അങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരുന്നു. എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും അവർക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു സത്യം. ഡൽഹിയിലെത്തിയാൽ എവിടെ സ്റ്റേ ചെയ്യണം, എങ്ങനെ താമസിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ജോലി ശരിയായിട്ടുണ്ട് എന്ന് ഉപ്പയോട് പറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും തന്നെ ഇല്ലായിരുന്നു. എന്താണ് ഇക്ക അടുത്ത പരിപാടി? ഇവിടെ ആദ്യം അവിടെ ഒന്ന് എത്തുക. തൽക്കാലം നമുക്കൊരു ലോഡ്ജ് എടുത്ത് താമസിക്കാം. അതിനുശേഷം നമുക്കൊരു ചെറിയ വീട് നോക്കിയിട്ട് അങ്ങോട്ടെങ്കിലും മാറാം. ഒരു ജോലി അവിടെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം.
ചിലപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ താമസം വന്നു. ജോലിയുടെ എന്തെങ്കിലും അന്വേഷിച്ചിരുന്നു. ഞാനവിടെ 2-3 കമ്പനികളിൽ എൻ്റെ CV അയച്ചിരുന്നു. അവിടെ എത്തിയിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നമ്മളെ പൊടിമോള് നല്ല തണുപ്പ് താങ്ങുമോ, ഡൽഹിയിൽ നല്ല തണുപ്പാണ് എന്നും എല്ലാവരും പറയുന്നു കേട്ടു. അവൾ നല്ല സ്ട്രോങ് ആണ്, നിനക്കറിയാണ്ടാ. അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പയും മോളും ഒന്നാണല്ലോ. ഞാനെപ്പോഴും പുറത്തു. അങ്ങനെയൊന്നും പറയില്ല പെണ്ണെ, നീ ഇല്ലാതെ ഞങ്ങളുണ്ടോ. ഡൽഹി പോകുന്ന വഴിയോരത്തുള്ള തട്ടുകടയിൽ നിർത്തി പാനിപൂരിയും ബേപ്പൂരിയും ഒക്കെ കഴിച്ചു. സുറുമിയുടെ ജീവിതത്തിൽ തന്നെ അതാദ്യമായിരുന്നു. ചെറിയ ചെറിയ പൂരികളിൽ നിറച്ച പാനി വായിൽ കപ്പലോടിച്ചു. നോർത്ത് ഇന്ത്യൻ രുചി കലർത്തിയ പാവ്ഭാജി മസാല ഒരു രക്ഷയുമില്ലാത്ത പോലെ. കുറച്ച് സാമ്പാറും ചോറും കിട്ടുമോ എന്ന് ചോദിച്ചിറങ്ങിയവളായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിച്ചപ്പോഴേക്കും സാമ്പാർ മറന്നുപോയി. പാനിപൂരിയുടെ പുളിവെള്ളം വായിൽ നിറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു എന്നെ നോക്കി. ചെറിയ സ്പൂണിൽ കുറച്ച് പാത്തുവിൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുത്തു. പുളിയുടെ തിളക്കം അവളുടെ മുഖത്തും കാണാമായിരുന്നു. ഇന്ത്യയുടെ സ്വന്തം നിപൂക്ക ഷിഗഞ്ചിക്ക് റഫീക്ക് ഓർഡർ കൊടുത്തപ്പോൾ സുറുമി കൗതുകത്തോടെ നോക്കി. അല്ല, ഇവിടെ കഞ്ഞിയും കിട്ടുമോ? റഫീക്ക് ഒരു അന്താളിപ്പോടെ അവളെ നോക്കി. ഇല്ല, എന്താ നീ അങ്ങനെ ചോദിക്കാൻ? അല്ല, നിങ്ങളൊരു കഞ്ഞിക്ക് ഓർഡർ കൊടുക്കുന്നുണ്ടോ? പോത്തെ, അത് കഞ്ഞിയല്ല, നിപൂക്ക ഷിഗഞ്ചി എന്ന് വെച്ചാൽ ബ്ലാക്ക് സാൾട്ട് കൊണ്ടുണ്ടാക്കുന്ന ഒരു മിഡ്ലേം. നീ കുടിച്ച പാനിപ്പൂരിയിലെ വെള്ളം പോലെ ഉണ്ടാവും, അതാണത്. ഓ, അതായിരുന്നു. അല്പം ജാളിതയോടുകൂടി അവൾ അംഗീകരിച്ചു. ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും കഴിച്ച് അവരുടെ വയറുകൾ നിറഞ്ഞിരുന്നു. പൂർണ്ണ സംതൃപ്തിയോടെ അവർ വണ്ടിയിൽ കയറിയിരുന്നു. ഇക്ക, നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഒരു സുഖമുള്ള യാത്രയല്ലേ ഇക്ക? ഓരോ നാട്, അവരുടെ സംസ്കാരം, ആളുകളുടെ ജീവിത രീതി എല്ലാം വ്യത്യസ്തമാണ്. ഭക്ഷണം പോലും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. എന്നാൽ ശരി മോനെ വിജയ, നീ വണ്ടി എടുക്ക്. ശരിക്കും സന്തോഷ് ജോർജ് കുളങ്ങര ടൂറൊക്കെ ഞാനിങ്ങനെ TV-യിൽ കാണുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾക്ക് വട്ടാണെന്ന്. ഇന്നല്ലേ സുറുമി ബ്ലോഗ്സ് യൂട്യൂബെല്ലാം എത്തിയത്. അതൊന്നും പ്രചാരത്തിലില്ലാത്ത സമയത്ത് മറ്റൊരു നാടനെ ആളുകളുടെ മുന്നിലായി ഇത്രയും മനോഹരമായി എത്തിച്ച വേറൊരാളുണ്ടാവില്ലല്ലോ. ഇടയ്ക്ക് ഷൈനത്തയുടെ കോൾ റഫീഖിൻ്റെ ഫോണിലേക്ക് വരുന്നത് റഫീഖ് കണ്ടിരുന്നു. എങ്കിലും മനഃപൂർവ്വം ഫോൺ എടുത്തിരുന്നില്ല. യാത്രയിൽ വേറെ ഒരു തരത്തിലുള്ള ചിന്തകളും കയറി വരുന്നത് എന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. യാത്ര കുറേ പിന്നിട്ടപ്പോൾ മൂത്രമൊഴിക്കാനായി വണ്ടി നിർത്തി. സുറുമി നല്ല ഉറക്കത്തിലായിരുന്നു. അയാൾ പതിയെ ഫോണെടുത്തു. അപ്പുറത്തുനിന്നും സൈനത്തയുടെ ശബ്ദം കേൾക്കാം. റഫീഖെ, നിങ്ങളെവിടെയാണ്? എനിക്ക് ജോലി മാറ്റം കിട്ടി, ഞാനിവിടെ കുറച്ച് ദൂരെയാണ്. അതെന്താ, പെട്ടെന്ന് നിശ്ചയിച്ചതാണോ? പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ ഈ നോവലിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനും സുറുമിക്ക് കുഞ്ഞിപ്പാത്തുവിനെ നഷ്ടമാവുമോ, നൂറയും മെഹറുവും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ, അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടമാവുമോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഉദ്യോഗജനകമായി പറഞ്ഞു പോകുന്ന അധ്യായങ്ങളാണ് അടുത്ത ലക്കങ്ങളൊക്കെ തന്നെ. പ്രിയപ്പെട്ടവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. സ്നേഹത്തോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.